അപ്പോൾ ഇന്നത്തെ ഹലോ മലയാളത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്ന വാർത്ത നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മുനമ്പത്തെയും മലയിടം തുരുത്തിലെയും ഭൂമി തർക്കങ്ങൾ UDF സർക്കാരിന് തലവേദനയായിരിക്കുകയാണ്. മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൈവശമിരിക്കെ എങ്ങനെയാണ് ഉമീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തതെന്നാണ് മുനമ്പം സമരസമിതി ഉന്നയിക്കുന്ന ചോദ്യം. എന്നാൽ ഭൂമി വഖഫ് ആണെന്ന് സുപ്രീം കോടതി വിധിയുണ്ടെന്നും അതുകൊണ്ട് തന്നെ കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതെന്നുമാണ് വഖഫ് ബോർഡിന്റെ വിശദീകരണം. അതേസമയം മലയിടം തുരുത്ത് ഒഴിപ്പിക്കാനുള്ള കോടതി വിധി സർക്കാർ നടപ്പിലാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. അപ്പം ഈ രണ്ട് ഭൂമി തർക്കവും സർക്കാർ എങ്ങനെ പരിഹരിക്കുമെന്നാണ് ന്യൂസ് ആംഗിൾ ഇന്ന് പരിശോധിക്കുന്നത്. അബ്ദുൾ റഹീം കൊച്ചിയിൽ നമുക്കൊപ്പം തത്സമയമുണ്ട്. റഹീമെ, ഗുഡ് മോർണിംഗ്. ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം ഒരു പുതിയ സർക്കാർ അധികാരമേറ്റ് ഇന്നിപ്പം ഒരാഴ്ചയാകുന്നതേ ഉള്ളൂ. അതിനിടയിൽ സർക്കാരിന് മുന്നിൽ വന്ന വലിയ രണ്ട് പ്രശ്നങ്ങളാണ് രണ്ട് ഭൂമി ഒഴിപ്പിക്കലുകളുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിൽ മുനമ്പത്തെ കാര്യം നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ പണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത് ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതിപ്പം കഴിഞ്ഞ സർക്കാർ തന്നത് ഒരു 8ന്റെ പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മലയിടം തുരുത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും സർക്കാർ ഈ സമരക്കാർക്കൊപ്പം അല്ലെങ്കിൽ സമരക്കാർക്കൊപ്പം നിന്ന് കോടതിയെ സമീപിച്ചെങ്കിലും അതിലൊരു പോസിറ്റീവായിട്ടൊരു അഭിപ്രായമല്ല കോടതിയിൽ നിന്നും സർക്കാരിന് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ഈ രണ്ട് ഭൂമി ഒഴിപ്പിക്കലുകളും പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തന്നെയുള്ള ഈ രണ്ട് ഭൂമി ഒഴിപ്പിക്കലുകളും UDFനെയും കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ച് എത്ര കണ്ട് നിർണായകമാണ് റഹീം? സേതു, പ്രധാനമായും നമുക്കറിയാം, ഇപ്പോൾ ഈ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുതിയ സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്നതേ ഉള്ളൂ. ഒരു ഹണിമൂൺ പീരീഡൊക്കെയാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇത്ര വലിയൊരു തലവേദന സർക്കാരിലേക്ക് വന്നു വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം ഈ രണ്ട് ഭൂമി തർക്കങ്ങളും, അതായത് മുനമ്പത്തെയും അതോടൊപ്പം തന്നെ മലയിടത്തുകാവിലെയും മലയിടം തുരുത്തിലെയും ഭൂമി തർക്കം വലിയ പ്രശ്നം സർക്കാരിന് സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് ഏത് രീതിയിലായിരിക്കും സർക്കാർ ഇനി പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത്. അതായത് ഈ മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 300-ലധികം കുടുംബങ്ങളാണ് ആ ഒരു പ്രദേശത്തുള്ളത്. അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതാണ് വഖഫ് ബോർഡ് വ്യക്തമാക്കുന്നത്. കാരണം സുപ്രീം കോടതി അടക്കം ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. അല്ലെങ്കിൽ സുപ്രീം കോടതി അടക്കം ഈ കേസ് വന്ന സമയത്ത് ഇത് വഖഫ് ബോർഡ് തന്നെയാണ്, വഖഫ് ബോർഡിൻ്റെ ഭൂമി തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വഖഫ് ബോർഡ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരസമിതി പറയുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ രേഖകളെല്ലാം തങ്ങളുടെ കയ്യിലിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ഉമീദ് പോർട്ടലിൽ ഈ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ്. ധൃതി പിടിച്ചുള്ള നീക്കമായിരുന്നു ഈ തരത്തിൽ വഖഫ് ബോർഡ് കാണിച്ചത് ഈ വിഷയത്തിൽ. അതായത് ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന വിഷയത്തിൽ തിടുക്കപ്പെട്ടൊരു നീക്കം വഖഫ് ബോർഡ് നടത്തിയത് എന്തിനാണ് എന്നുള്ളതാണ് സമരസമിതി ഉന്നയിക്കുന്ന ചോദ്യം. അതേസമയം ആ ഒരു ചോദ്യത്തിന് മറുപടിയായി വഖഫ് ബോർഡ് പറയുന്നത് ഇത്, അതായത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് മെയ് 17-നുള്ളിൽ തന്നെ ഈ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന നിമിഷത്തിൽ ഈ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ്. പിന്നീട് ഈ സമയം ഏതാണ്ട് ഒരു മാസത്തോളം കേന്ദ്ര സർക്കാർ നീട്ടി നൽകുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഭിന്നതയുണ്ടാക്കാനോ മറ്റോ ആയിരുന്നില്ല ഇത്തരത്തിലുള്ളൊരു നീക്കം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വഖഫ് ബോർഡ് നൽകുന്ന വിശദീകരണം. അതേസമയം തന്നെ നമ്മൾ മലയിടം തുരുത്തിലേക്ക് വരികയാണെങ്കിൽ മലയിടം തുരുത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏതാണ്ട് ഒരു 14 തവണയാണ് ഈ ഭൂമി സ്വകാര്യ വ്യക്തിയുടേതാണ് എന്ന് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഏതാണ്ട് 14ഓളം തവണയാണ് അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തുകയും ഇവിടെയുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്തത്. പക്ഷേ അവിടെ ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് 14 തവണയും അഭിഭാഷക കമ്മീഷൻ തിരിച്ചുപോയത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും അഭിഭാഷക കമ്മീഷൻ 15ാമത് തവണ അവിടെ വരികയും പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങിയത്. അവിടെ കോടതിയിൽ സർക്കാർ പോവുകയും ഈ ഭൂമി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ രീതിയിൽ നേടിയെടുക്കാനുള്ള സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കുമെന്നുള്ളതാണ് UDF സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൽ കോടതിയുടെ നിർദ്ദേശം, കോടതി കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത്, അതായത് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾക്കോ
കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്ന കാര്യങ്ങളിലേക്കോ ഇതുവരെയും ആ സമരക്കാർ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ സുപ്രീം കോടതി വിധിയുള്ള സാഹചര്യത്തിൽ അവിടെ നിന്ന് അവരെ ഒഴിപ്പിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഏതായാലും ഈ ശരി വിഷയത്തിൽ റഹീമേ, ശരി. സർക്കാർ ഇനിയിപ്പം ഇതിൽ അറിയേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ തുരുത്തിലെ നിവാസികളെ അവരെ 2 ആഴ്ച സാവകാശം നൽകിയിട്ടുണ്ടല്ലോ ഹൈക്കോടതി സർക്കാരിന്. അതിനു മുൻപ് തന്നെ അവരെ പുനരധിവസിപ്പിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതിൽ എന്താകും സർക്കാർ ചെയ്യുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് അറിയേണ്ടത്.